തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. ജയിൽ കാ ജവാബ് വോട്ട് സേ എന്നൊരു മുദ്രാവാക്യം ആം ആദ്മി പാർട്ടി വെച്ചിട്ടുണ്ട്. ഈ ജയിലിനുള്ള ഉത്തരം വോട്ട് കൊണ്ട് നൽകുക. അപ്പോൾ ഈ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ചില ആളുകളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ബീഹാറിലെ മുസഫർപൂരിൽ നിന്നും 1977 3 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ജോർജ് ഫെർണാണ്ടസാണ്. മഹാനായ ധീരനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കിടന്നാണ് 1977 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ജയിച്ചതും എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 2021 ആസാമിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശിവസാഗർ നിയോജകമണ്ഡലത്തിൽ നിന്നും ജയിച്ച അഖിൽ ഗൊഗോയിയാണ്. ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ ശിവസാഗറിൽ പരാജയപ്പെടുത്തിയ അഖിൽ ഗൊഗോയി ജയിലിൽ കിടന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തിനെ ഗവൺമെൻറ് ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2024 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ ബരാമുള്ളയിൽ നിന്ന് മത്സരിക്കുന്ന ഷെയ്ഖ് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന, അതായത് എഞ്ചിനീയർ റഷീദ് എന്നാണ് അറിയപ്പെടുന്നത്, അദ്ദേഹം 2019 മുതൽ UAPA ചുമത്തി അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ തിഹാർ ജയിലിലാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹം ബാരാമുള്ളയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതാണ്. ഇതിനെല്ലാം ഉപരിയായി എൻ്റെ മനസ്സിൽ നിറയുന്ന ഒരു മുഖം മഹാനായ C. അച്യുതമേനോൻ്റെ മുഖമാണ്. അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ ഒളിവിൽ നിന്നുകൊണ്ടാണ് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയിലേക്ക് 1952 മത്സരിച്ചതും ജയിച്ചതും. പൂർണ്ണമായും ഒളിവിൽ കിടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച C. അച്യുതമേനോനെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ജയിലിൽ നിന്നും തെരഞ്ഞെടുപ്പുകൾക്ക് ഉത്തരം നൽകുക എന്ന് പറയുന്ന ഈ പുതിയ മുദ്രാവാക്യത്തിനെ കാണാം. ഉറപ്പായിട്ടും.